ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഗാനവരദാനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. മൈക്കിൾ പനച്ചിക്കലച്ചൻ്റെ ഗാനങ്ങൾ ധ്യാന ചിന്തകൾ കൊണ്ട് സമ്പന്നമാണ്. ഇവ നമ്മെ മാനസാന്തരത്തിലേക്കും ദൈവാനുഭവത്തിലേക്കും നയിക്കുന്നവയാണ്. ഇത്തരം ഗാനങ്ങൾ ഇന്നും നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ ഗാനവരദാനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾ അവതരിപ്പിക്കാനായി വയസ്സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാനം പഞ്ചാഗ്നി മധ്യത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഇതിൻ്റെ പല്ലവി ഒന്ന് നമുക്ക് കേൾക്കാം. പഞ്ചാഗ്നി മധ്യത്തിൽ തപസിരും നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. പഞ്ചാഗ്നി മധ്യത്തിൽ തപസിരും നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ചു ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. അച്ഛാ, പല്ലവിയിൽ ഈ ദൈവസാക്ഷാത്കാരം മനുഷ്യൻ്റെ പ്രയത്നത്താൽ അല്ലെങ്കിൽ പിന്നെ ഇന്ന് ഈ മനുഷ്യ പ്രയത്നത്തിന് പിന്നെ എന്താണ് വില ഉള്ളത്? പഞ്ചാഗ്നി മധ്യത്തിൽ തപസിരുന്നിട്ടല്ല സർവേശ്വര നിന്നെ അറിഞ്ഞത് ഞാൻ. പിന്നെയോ സ്നേഹസ്വരൂപനായി നീ വന്ന് നിന്നെ തന്നെ എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ നിന്നെ അറിയുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ്റെ അടുത്തേക്കുള്ള ദൈവത്തിൻ്റെ ഒരു വരവുണ്ട്. ദൈവം മനുഷ്യനെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ മനുഷ്യനെ സമീപിക്കുന്ന ദൈവത്തെ നാം കണ്ടുമുട്ടണമെങ്കിൽ എന്ത് വേണം? ദൈവത്തെ തേടിയുള്ള ഒരു യാത്ര വേണം. പ്രവാചകനോട് കർത്താവ് പറഞ്ഞല്ലേ, നിങ്ങളെന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളെന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങളെന്നെ കണ്ടെത്തും, നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടവരുത്തും. അപ്പോൾ ദൈവം ഇടവരുത്തുന്നില്ലെങ്കിൽ മനുഷ്യൻ എത്ര അധ്വാനിച്ചാലും ദൈവത്തെ കണ്ടുമുട്ടാൻ പോകുന്നില്ല. ദൈവം മനുഷ്യനെ തേടി വരുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ ദൈവം മുൻകൈ എടുക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ്റെ പ്രയത്നം ഫലമായി തരുന്നത്. അവിടെ മനുഷ്യൻ പ്രയത്നിക്കേണ്ടെന്നല്ല, അതല്ല പ്രധാനപ്പെട്ട കാരണം. ഉദാഹരണത്തിന് പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരിക്കുന്നു ദൈവത്തെ പ്രാപിക്കാൻ വേണ്ടി. അങ്ങനെ എത്ര പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നാലും ദൈവം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ അറിയാൻ പറ്റുമോ? ഇവിടെ പറയുന്നൊരു കാര്യം, ക്രിസ്തുവിലൂടെ ഒരു വെളിപ്പെടുത്തലുണ്ടായി. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ഥിയായൊരു വെളിപ്പെടുത്തലാണത്. ദൈവം ആരാണെന്ന് ദൈവം തന്നെ ശരീരമെടുത്ത് മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് കാണിച്ചു തന്നു. അതായത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമാകത്തക്ക രീതിയിൽ ദൈവം മനുഷ്യനെ സമീപിച്ചു ചരിത്രത്തിൽ. ഇതുള്ളതുകൊണ്ടാണ് ആർക്കും ദൈവത്തെ അറിയാൻ ഇടയാകുന്നത്. ഇനി അല്ലാതെ ദൈവത്തെ തേടുന്നവരുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഭാരതത്തിൽ ഋഷിമാർ സർവസംഘ പരിത്യാഗികളായി ഇവിടെ കാണുന്നതൊന്നും ശാശ്വതമല്ല, എല്ലാം മായയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തെ തേടിപ്പോയി. അവർ ഹിമാലയ സാനുക്കളെയൊക്കെ തപസ്സിരുന്നു. ആ തപസ്സിരുന്നവർ വാസ്തവത്തിൽ ദൈവത്തെ തേടിയുള്ള ഒരു യാത്ര ആയതുകൊണ്ട്, ദൈവമല്ലാത്തതെല്ലാം മായയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള യാത്ര ആയതുകൊണ്ട് അവരുടെ ഒരു ആറാം ഇന്ദ്രിയം ഉണരുന്നുണ്ട്. ഒരു സിക്സ്ത് സെൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ട് ഈ ആറാം ഇന്ദ്രിയം ഉണരുമ്പോൾ അവർക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റും. അങ്ങനെ അവർ ക്രിസ്തുവിനെ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കാം. അത് നമ്മളില്ലെന്ന് പറയുന്നില്ല. സഭ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തെ തേടിയവർക്കെല്ലാം വേണ്ട പോലെ ദൈവത്തെ തേടിയതാണെങ്കിൽ
അവർക്ക് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സത്യത്തിൻ്റെ ഒരു സ്ഫുലിംഗം അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവും, അല്ലെ അവർ കണ്ടുമുട്ടിയിട്ടുണ്ടാവും, അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷേ ജനറലായിട്ടുള്ള സാമാന്യമായിട്ടുള്ള വെളിപ്പെടുത്തൽ, ആർക്കും ദൈവത്തെ കണ്ടുമുട്ടാവുന്ന ഒരു വെളിപ്പെടുത്തൽ ദൈവം നടത്തിയത് ആരിലൂടെയാണ്? യേശുവിലൂടെയാണ്, തൻ്റെ മനുഷ്യാവതാരത്തിലൂടെയാണ്. കാരണം മറ്റേതിനെ നമ്മൾ ഇല്ലാതാക്കല്ല, അല്ലെങ്കിൽ നിന്ദിക്കുകയൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, അത് ദൈവം വെളിപ്പെടുത്തിയാലേ കിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യമായി. ഇപ്പോൾ ഉദാഹരണത്തിന്, അന്വേഷിക്കുക നിങ്ങൾ കണ്ടെത്തും. ഇപ്പം നമ്മുടെ ഒരു സാധനം നഷ്ടപ്പെട്ടു, ഒരു ചെയിൻ നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ. നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നമ്മൾ തേടി നടക്കാൻ തുടങ്ങി. പബ്ലിക് റോഡിലത് കിടക്കുന്നു, നമുക്ക് കിട്ടി. അന്വേഷിച്ചതുകൊണ്ടാണോ കിട്ടിയത്? അല്ല, ആരും എടുത്തുകൊണ്ട് പോകാതെ അതവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ ആരും എടുത്തുകൊണ്ട് പോകാതെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ അന്വേഷണം ഫലമണിഞ്ഞത് അതവിടെ ഉണ്ടായിരുന്നുണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം മനുഷ്യനെ തേടി വരുന്നുണ്ട്. മനുഷ്യനെ തേടി വരുന്നത് കൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ തേടുമ്പോൾ ദൈവത്തെ കണ്ടെത്താൻ മനുഷ്യന് സാധിക്കുന്നത്. അപ്പോൾ അവിടെയും മനുഷ്യൻ്റെ അന്വേഷണത്തിന് വിലയില്ലെന്നല്ല, അത് വേണം. പക്ഷെ അതുകൊണ്ട് മാത്രമാകുന്നില്ല, ദൈവം നമ്മളെ തേടി വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഏതൊരു മനുഷ്യനെയും ദൈവം സമീപിക്കുന്നുണ്ട്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അത് ഏത് കാലത്തെ ജനത്തെയും ദൈവം തേടി വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ അവർ കണ്ടെത്തിയാലും ഈ അനുഭവത്തെക്കുറിച്ച് ആരോടും പറയാൻ പറ്റില്ല. എനിക്ക് ദൈവാനുഭവം ഉണ്ടായെന്ന് പറയാം, പക്ഷെ ആ ദൈവാനുഭവത്തെ വേറൊരാൾക്ക് കിട്ടത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ദൈവാനുഭവം ഉണ്ടായ ഒരാൾക്ക് പറയാം, സുവിശേഷം പ്രസംഗിക്കാം. അങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് അവരുടെ മാനസാന്തരത്തിന് അത് കാരണമാകുന്നു. അപ്പോൾ അവരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വരാൻ ഇടയാകുന്നു. അപ്പം അങ്ങനെ അവർ ദൈവാനുഭവത്തിലേക്ക് വരുന്നു. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. അതാണ് പഞ്ചാഗ്നി മധ്യത്തിൽ താമസിരുന്നിട്ടല്ല സർവേശ്വര നിന്നെ അറിഞ്ഞത് ഞാൻ, സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. അങ്ങനെ കുരിശിൽ മരിക്കാൻ പോലും ഇട്ടുകൊടുത്തുകൊണ്ട് ദൈവം പരമകാരുണ്യമാണെന്ന്, ദൈവം മനുഷ്യനെ കൈവിടിയില്ലെന്ന്, പാപിയോട് ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും പിൻവലിക്കില്ലെന്നൊക്കെ ദൈവം വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് എനിക്ക് ദൈവത്തെ അറിയാനായിട്ട് ഇടവരുന്നത്. അപ്പം നമുക്കിൻ്റെ അനുപല്ലവി ഒന്ന് കേൾക്കാം. പൂർവകാലങ്ങളിൽ വേദവാക്യങ്ങളാ പൂർണ്ണമാകാതെ കിടന്ന സത്യം, പൂർവകാലങ്ങളിൽ വേദവാക്യങ്ങളാൽ പൂർണ്ണമാകാതെ കിടന്ന സത്യം, മാറ്റാതെ നീതി പൂർത്തിയാക്കാൻ വന്ന യേശുവേ നീയാണു ജ്ഞാനപീഠം, മാറ്റാതെ നീതി പൂർത്തിയാക്കാൻ വന്ന യേശുവേ നീയാണു ജ്ഞാനപീഠം, പഞ്ചാഗ്നി മധ്യത്തിൽ തപസിരുന്നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ, സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. അച്ഛാ, അനുപല്ലവിയിൽ ഇപ്പം നമ്മൾ മറ്റ് വേദഗ്രന്ഥങ്ങളിൽ കാണുന്നത് വെളിപ്പാടുകൾ, വെളിപ്പെടുത്തലുകൾ അപൂർണമാണെന്നാണോ? തീർച്ചയായിട്ടും യേശുവിലാണ് വെളിപാട് പൂർണ്ണമായത്. ദൈവത്തെ അന്വേഷിച്ചവർക്കെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ സ്ഫുലിംഗങ്ങൾ, അതിൻ്റെ ചെറിയ ചെറിയ രശ്മികൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബൈബിൾ പഴയ നിയമത്തിൽ പോലും ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയില്ല. പഴയ നിയമം ദൈവത്തെ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിയിട്ടില്ല. മറ്റ് മതഗ്രന്ഥങ്ങളോ ഒന്നും ദൈവത്തെ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ ചില സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, അവിടെയെല്ലാം അപൂർണമാണ്. അപ്പോൾ പൂർണ്ണമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദൈവം ഒരാളായിട്ട് ഇവിടെ വന്നതുകൊണ്ട്. ദൈവം ഒരാളാണ്. ദൈവം ഒരു ശക്തിയോ ഒരു ചൈതന്യമോ ഒരു അരൂപയോ മാത്രമല്ല,
പലരും ദൈവത്തെ അങ്ങനെയൊക്കെ കാണുന്നത്. ഒരു ചൈതന്യമാണ്, പരബ്രഹ്മമാണ്, രൂപിയാണ്, സർവ്വവ്യാപിയാണ്. ഇതൊക്കെ ശരിയായിരിക്കട്ടെ, പക്ഷെ ദൈവം ഒരാളാണ്. അപ്പം ദൈവം ഒരാളായതുകൊണ്ടാണ് നമുക്ക് ദൈവമായിട്ട് ഞാൻ നീ ബന്ധം, ഐ ദൗ റിലേഷൻഷിപ്പ് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ ദൈവ ആളെ നമ്മൾ കാണുന്ന ആരിലാണ്? നസ്രായനായ യേശുവിലാണ്. എന്നെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു, ഞാനും ദൈവവും ഒന്നാണ് എന്ന് പറഞ്ഞു. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞപ്പോഴും ഈശോ എന്ത് പറഞ്ഞു? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവിനെ കാണാനായിട്ട് എൻ്റെ നേരെ നോക്കിയാൽ മതി, എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ഈയിടെ ഞാനൊരു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ കയറിയപ്പം നേരത്തെ ഉണ്ടായിരുന്ന ചിത്രമൊക്കെ മായിച്ചിട്ട് അവിടെ ഒരു വശത്ത് പിതാവായ ദൈവത്തെ വാർദ്ധക്യത്തിൽ, ഈശോ വാർദ്ധക്യം പ്രാപിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലുള്ളൊരു രൂപത്തിൽ വരച്ചു വച്ചിരിക്കുക പെയിൻറ്റിങ്ങായിട്ട്. എനിക്ക് തൊട്ടും സ്വീകാര്യമായിട്ട് തോന്നിയില്ല. കാരണം ഈശോ പറഞ്ഞെന്താ? പിതാവ് പുത്രനിലൂടെയാണ് കാണപ്പെടുന്നത്, പിതാവിൻ്റെ തനി പ്രതിരൂപമാണ് പുത്രൻ. അപ്പം എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് പറയുന്നതിന് എന്താ അർത്ഥം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈശോയിലേക്ക് നോക്കി പിതാവിനെ കാണണം, അല്ലാതെ ഈശോ വാർദ്ധക്യം പ്രാപിച്ചാൽ ഇതായിരിക്കാം എന്ന് മറ്റുള്ള ഒരു പ്രായം ചെന്ന ഒരു പിതാവിനെ അങ്ങനെ വരയ്ക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞത് ദൈവം ഒരാളാണെന്ന് പറയാൻ വേണ്ടിയായിരുന്നു. അപ്പം ദൈവം ഒരാളാണ്. ഈ ആള് യേശുക്രിസ്തുവിൽ നമുക്ക് സമീപസ്ഥനാണ്. അവൻ നമ്മുടെ ഇടയിലേക്ക് വന്നു, ഇപ്പോഴും അവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ്, മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റാനായി നമ്മുടെ ഒപ്പം ഉണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഒരാളായി കാണാൻ, ആയിരിക്കുന്ന പോലെ കാണാൻ, അവിടുത്തെ സകല നന്മകളും അതിൻ്റെ പൂർണ്ണതയിൽ കാണാൻ ഈശോയുടെ ജീവിതമാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തെ നമ്മൾ കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വേദവാക്യങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നതൊക്കെ അപൂർണമാണ്. ഇപ്പം ബൈബിൾ തന്നെ പഴയ നിയമം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് ദൈവം പറയുന്നതായിട്ട്. ദൈവത്തിൻ്റെ നിലപാട് അതാണെന്നാണ് പഴയ നിയമം വായിച്ചാൽ നമുക്ക് മനസ്സിലായി പോകുന്നത്. പക്ഷെ അതാണോ? അല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ലെന്നും പറയപ്പെട്ടതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇനിമേൽ അങ്ങനെ ആയിരിക്കരുത്. പഴയത് നീക്കിക്കളയുന്നില്ല, പഴയതിനപ്പുറത്തേക്ക് പോവുക. അപ്പോൾ അതുകൊണ്ടാണ് നിയമത്തിൽ നിന്ന് ഒള്ളിയോ പുള്ളിയോ ഞാൻ നീക്കിക്കളയുന്നില്ല. അതൊക്കെ വേണം, പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക. ഒരു ചവിട്ടത്തടിക്കുന്നവന് മറ്റേ ചുവട് കാണിച്ചു കൊടുക്കുന്ന നന്മ, ശപിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന നന്മ, ഉപദ്രവിക്കുന്നവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്ന നന്മ, ആ നന്മയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് പഴയതിനെയൊന്നും നീക്കിക്കളയുന്നില്ല. എന്തുകൊണ്ട് നീക്കിക്കളയുന്നില്ല? ആളുകൾക്ക് പടിപടിയായിട്ട് മാത്രമേ നന്മയിലേക്ക് വരാൻ സാധിക്കുള്ളൂ. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഒരാളുടെ ഒരു പല്ല് ആരെങ്കിലും അടിച്ചു പൊഴിച്ചാൽ ആ പല്ല് പറിച്ച് കളയുന്നവൻ്റെ കുടുംബത്തിലെ എല്ലാവരുടെയും പല്ല് അടിച്ചു പറിച്ച് കളയണമെന്നായിരുന്നു ഹമ്മുറാബിയുടെ നിയമം. അപ്പം അതിനേക്കാൾ മെച്ചപ്പെട്ടതല്ലേ നിൻ്റെ ഒരു പല്ല് പോയെങ്കിൽ അവൻ്റെ ഒരു പല്ല് എടുക്കാം. അപ്പം അത് ഒത്തിരി മെച്ചപ്പെട്ടതാണ്. ഒരു പല്ല് പറഞ്ഞാൽ ഭാര്യയുടെയും മക്കളുടെയും വായിൽ സകല പല്ലും പറിക്കുക, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ സകലരുടെയും പല്ല് പറിക്കുക എന്ന് പറയുന്നതേ കുറച്ച് കടുപ്പമല്ലേ? കടുത്ത അനീതിയും അക്രമമാണത്. അപ്പം അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറ്റി. ഒരു സ്റ്റെയർ കേസ് കയറുമ്പോൾ നമുക്ക് സ്റ്റെപ്പായിട്ടല്ലേ കയറാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ മുകളിലോട്ട് ചവിട്ടി കയറത്തില്ലല്ലോ എന്ന് പറയുന്നത് പോലെ നന്മയെ സ്വീകരിക്കുന്നിടത്തും നമുക്ക് പടിപടിയായിട്ടുള്ള ഒരു ആരോഹണം അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് പോകുന്നത്. വെളിച്ചം കാണുമ്പം നമ്മൾ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഒറ്റയടിക്ക് വരുമല്ല, പയ്യെ ഒരു സംക്രമ സ്വഭാവത്തിലാണ് വരുന്നല്ലേ. അതാണ് സംക്രമ സന്ധ്യ എന്നൊക്കെ പറയുന്നത്. എന്ന് പറയുന്ന പോലെ മനുഷ്യൻ നന്മയിലേക്ക് വന്നത് നൂറ്റാണ്ടുകളിലൂടെ വികാസ പരിണാമത്തിലൂടെയാണ്. എന്നിട്ട് യേശു വന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് എന്താണെന്ന്, ഈ വികാസ പരിണാമത്തിൻ്റെ ക്ലൈമാക്സ് എവിടെ വരുമെന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈശോ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് 2000 കൊല്ലം
മുമ്പ് വെളിപ്പെടുത്തിയത് ഇന്ന് വെളിപ്പെടുത്തിയതിന് തുല്യമാണ്. കാരണം എന്താ? ഇന്നത്തെ ഏറ്റവും നന്മ തന്നെയാണ് അന്ന് വെളിപ്പെടുത്തിയത്. പക്ഷെ മനുഷ്യനത് മനസ്സിലായി വന്നത്, അതിന് ഈ ഒരു സംക്രമ സ്വഭാവമുണ്ട്, ഈ എവല്യൂഷനുണ്ട്. അത് പടിപടിയായിട്ട് മനുഷ്യന് മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പൂർവ്വകാലങ്ങളിൽ വേദവാക്യങ്ങളായി ഇവിടെ കിടന്നത് അതിനെയെല്ലാം പൂർത്തിയാക്കി തന്നു. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അച്ഛൻ നമുക്ക് ചരണം ഒന്ന് കേൾക്കാം. പേടിപ്പെടുത്തുന്ന ദൈവസങ്കൽപ്പങ്ങൾ ക്രൂശിൽ കിടന്നു നീ ശൂന്യമാക്കി. പേടിപ്പെടുത്തുന്ന ദൈവസങ്കൽപ്പങ്ങൾ ക്രൂശിൽ കിടന്നു നീ ശൂന്യമാക്കി. സ്നേഹമില്ലായ്മ തൻ ദൂരങ്ങളിൽ വന്ന് ബുദ്ധിത നീ എന്നെ സ്വന്തമാക്കി. സ്നേഹമില്ലായ്മ തൻ ദൂരങ്ങളിൽ വന്ന് ബുദ്ധിത നീ എന്നെ സ്വന്തമാക്കി. പഞ്ചാഗ്നി മധ്യത്തിൽ തപസിരം നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. പഞ്ചാഗ്നി മധ്യത്തിൽ തപസിരം നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ചു ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. ചരണത്തിൽ സ്നേഹമില്ലായ്മ തൻ ദൂരങ്ങൾ എന്താണത് സൂചിപ്പിക്കുന്നത്? അതായത് ദൈവം സ്നേഹമാകുന്നു. സ്നേഹമില്ലാത്ത ആളുകളുണ്ട്. വെറുപ്പിലും വൈരാഗ്യത്തിലും പ്രതികാരത്തിലും ഒക്കെ കഴിഞ്ഞുവിടുന്ന ആളുകളില്ലേ, ഒരു ബന്ധമില്ലാതെ. അപ്പം ബന്ധം വേർപെടുത്തി അവർ വളരെ നമ്മളുമായിട്ടുള്ള ബന്ധമൊക്കെ വേർപെടുത്തി നമ്മളിൽ നിന്ന് വളരെ വളരെ വിദൂരമായ ഒരു സ്ഥലത്താണ് അവർ കഴിയുന്നതല്ലേ. അപ്പം അങ്ങനെ വിദൂരമായൊരു സ്ഥലത്ത് അവർ കഴിയുന്ന സ്നേഹത്തിൻ്റെ അതിർത്തി കടന്നുപോയി അവർ. അപ്പം അങ്ങനെ അതിർത്തി കടന്നു പോയവരെ പോലും ദൈവസ്നേഹം പിന്തുടർന്ന് എന്ന് സ്നേഹമില്ലായ്മ തൻ ദൂരങ്ങളിൽ ചെന്ന് അവരെ നേടിയെടുക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നമ്മളെ എത്ര അകലെ പോയാലും ഉപേക്ഷിക്കാതെ പുറകെ ചെന്ന് പിന്തുടർന്ന് പിടിച്ചെടുക്കുന്നതാണ്. അതാണ് വേറൊരു പാട്ടിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, എത്ര പോയാലും അതിര് കാണാത്ത അനന്ത സ്നേഹം നീ, എത്ര ചെന്നാലും ആഴമെത്താത്ത ദയാസാഗരം നീ. അപ്പം എന്ന് പറഞ്ഞാൽ ദൈവം ആരെയും കൈവിടുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. ദൈവം തേടി ഇറങ്ങുകയാണ്. അതാണ് ക്രിസ്തുവിൽ നമ്മൾ, യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ സ്നേഹമില്ലായ്മ തൻ ദൂരങ്ങളിലേക്ക് ദൈവം കടന്നില്ലാണ്. എന്നിട്ട് തൻ്റെ സുവിശേഷം അറിയിക്കുകയാണ്. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നോടുള്ള എൻ്റെ സ്നേഹത്തിനൊരു കുറവില്ല, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാനിതാ സൗജന്യമായിട്ട് തരുന്നു, തിരിച്ചു വാ എന്ന് വിളിക്കുകയാണ്. അതാണ് ആ സ്നേഹമില്ലായ്മ തൻ ദൂരങ്ങളിൽ മനുഷ്യനെ തേടിയെത്തുന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളോടും പറയുന്നത്. നീ വലിവെളുത്തെങ്കിലേക്ക് വലിയ വസ്തുവായിട്ട് പോകുമ്പോൾ ആരെങ്കിലും നിന്നോടുള്ള സ്നേഹം ഉപേക്ഷിച്ച് അകലങ്ങളിൽ കിടപ്പുണ്ടെങ്കിൽ ഈ സ്നേഹമില്ലായ്മയുടെ ആ ദൂരങ്ങളിൽ താണ്ടി ആ ആളിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അവിടെ ചെന്ന് അവനെ കൂടി അവളെ കൂടി നീ ദൈവസ്നേഹം കൊണ്ട് ചുറ്റിപ്പിടിക്കുക, അനുരഞ്ജനപ്പെടുക. വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് അനുരഞ്ജനപ്പെടാൻ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ചില ആളുകൾ നമ്മളോട് പിണങ്ങിയിരിക്കുന്നതെന്ന് തോന്നുമ്പോൾ നമുക്കറിയത്തില്ല കാരണം എന്താണെന്ന് അറിയത്തില്ലെങ്കിലും നമ്മളങ്ങ് ചെല്ലും. എന്നിട്ട് പറയും, എന്തോ ഞാൻ ചെയ്ത കാര്യങ്ങൾ താങ്കളെ വേദനിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം പഴയ പോലെ എൻ്റെ അടുത്തേക്ക് വരുവോ വിളിക്കോ ഒന്നുമില്ല. എന്താണോ ഞാൻ ചെയ്തത് എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും ഐ എം വെരി സോറി അബൌട്ട് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തിയുടെ കാര്യങ്ങൾ ഇടപെടുകയും അങ്ങനെ വരുമ്പോഴത്തേക്കും ആ വ്യക്തി തിരിച്ച് നമ്മുടെ സ്നേഹബന്ധത്തിലേക്ക് വരുന്നു. അപ്പം അങ്ങനെ ദൈവം ചെയ്തു, നമ്മളത് തന്നെ
ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ഈ ബലിവസ്തുവുമായിട്ട് പോകുമ്പോൾ ബലിവസ്തു താഴെ വെച്ചിട്ട് പോയി രമ്യതപ്പെട്ട് തിരിച്ചു വന്ന് ബലിയർപ്പിക്കുക എന്ന് പറയാൻ കാരണം. അച്ഛാ, ഇതിൽ ചരണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, പേടിപ്പെടുത്തുന്ന ദൈവസങ്കല്പങ്ങൾ ക്രൂശിൽ കിടന്നതിനെ ശൂന്യമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഭയപ്പെടുത്തുന്ന സങ്കല്പങ്ങളാണ്. ഉദാഹരണത്തിന് ദുഷ്ടന്മാരെ സംഹരിക്കാൻ ദൈവം അവതാരം എടുത്തു വരും എന്ന് പറയുന്നത് തെറ്റ് ചെയ്ത മനുഷ്യനെ പേടിപ്പെടുത്തുന്നതല്ലേ. പാപം ചെയ്തവരെ ആ പാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അളന്നു നോക്കി ശിക്ഷ വിധിക്കുമെന്നും കടുത്ത പാപം ചെയ്തവരെ നരകത്തിലേക്ക് തള്ളുമെന്നും പറയുന്നത് പേടിപ്പെടുത്തുന്നതല്ലേ. വേറെ ചില ദൈവസങ്കല്പങ്ങളുണ്ട്. ആ മതത്തിൽ വിശ്വസിക്കുന്നവരെ മാത്രമേ ആ ദൈവം സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്തവരെല്ലാം തിരസ്കരിക്കുകയും അല്ലാത്തവരെല്ലാം നിർബന്ധിച്ച് അതിലേക്ക് ചേർത്താൽ എനിക്ക് സ്നേഹിക്കാമാരെന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ചേർന്നില്ലെങ്കിൽ കൊന്നു കളഞ്ഞേക്കുക എന്ന് പോലും പറയുന്ന മതങ്ങളുണ്ട്. ദൈവസങ്കല്പങ്ങൾ അവിടെ ഉള്ളതേ. അപ്പോൾ ആ ദൈവസങ്കല്പങ്ങൾ തെറ്റാണെന്ന്, അങ്ങനെയല്ല ദൈവമെന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ കുരിശിൽ മരിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് നസ്രായനായ യേശുക്രിസ്തു വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ അർത്ഥം അതൊക്കെ വ്യർത്ഥമാണെന്നും അതൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം മാത്രമാണെന്നും സത്യമല്ലെന്നും അസന്നിഗ്ധമായിട്ട് അവിടെ നിന്ന് പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ തന്നെ ഓർത്ത് നോക്കുക, ദൈവം സ്നേഹിച്ചതുകൊണ്ടല്ലേ സൃഷ്ടിച്ചത്. സൃഷ്ടിച്ച ദൈവം നശിച്ചു പോകാൻ ആഗ്രഹിക്കും? ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പം എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനല്ലേ നോക്കുള്ളൂ. ഒരു നല്ല പിതാവ്, ഒരു നല്ല മാതാവ് തൻ്റെ മകനോ മകളോ ഏതെങ്കിലും തരത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനല്ലേ നോക്കുള്ളൂ. അല്ലാണ്ട് ശിക്ഷിച്ച് നശിപ്പിക്കാൻ നോക്കുമോ? ദൈവം സ്നേഹമായതുകൊണ്ട്, ദൈവം സ്നേഹിച്ചതുകൊണ്ട് സൃഷ്ടിച്ചതായതുകൊണ്ട് തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എത്ര അധപതിച്ചാലും, ദൈവത്തെ തന്നെ കുരിശിൽ തറച്ചിടാൻ മാത്രം ക്രൂരത കാണിച്ചാലും ദൈവം എന്ത് ചെയ്യും? സാരമില്ലെന്ന് പറഞ്ഞ് നേടിയെടുക്കും. അതാണ് ഈ സ്വന്തമാക്കി എന്ന് പറയുന്നത്. സാരമില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിൻ്റെ പക്ഷത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ചേർത്ത് പിടിക്കുകയാണ്. അതല്ലേ ഏറ്റവും വലിയ സ്നേഹം. അപ്പം അതുകൊണ്ട് മറ്റ് ദൈവസങ്കല്പങ്ങൾ, ശിക്ഷിക്കുന്ന ദൈവസങ്കല്പങ്ങൾ, ഉപേക്ഷിക്കുന്ന ദൈവസങ്കല്പം, ഇതെല്ലാം വ്യർത്ഥമാക്കി, ശൂന്യമാക്കി, അതൊക്കെ ഇല്ലാത്തതാണെന്ന് സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. ഈ ഗാനം സംഗീതം നിർവഹിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ടായത്? ഇത് രജത കീർത്തനം എന്ന ആൽബത്തിലെ പാട്ട് തന്നെയാണ്. വിൻസെൻ്റ് തലക്കോട്ടൂർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് രാഗാടിസ്ഥാനത്ത് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് അച്ഛനിൽ നിന്ന് ലഭിച്ച സന്ദേശം, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എത്ര അധപ്പതിച്ചു പോയാലും ദൈവത്തിന് തള്ളിക്കളയാനാവില്ല. ആ മനുഷ്യൻ എത്ര ദൂരത്തിലേക്ക് ദൈവത്തിൽ നിന്നും അകന്നു പോയാലും ആ തേടിയെത്തി വന്ന് സ്വന്തമാക്കുന്ന ആ സ്നേഹം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് ഈ സന്ദേശം ഞങ്ങൾക്ക് നൽകിയ അച്ഛന് നന്ദി. ഗാനങ്ങൾ അവതരിപ്പിച്ച വയസ്സാറിനും നന്ദി. ഗാനവരദാനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ഗാനവിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. പഞ്ചാഗ്നി മധ്യത്തിൽ തപസിരം നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. പഞ്ചാഗ്നി മധ്യത്തിൽ തപസിരം നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ചു ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. പൂർവകാലങ്ങളിൽ വേദവാക്യങ്ങളാ പൂർണ്ണമാകാതെ കിടന്ന
സത്യം. പൂർവകാലങ്ങളിൽ വേദവാക്യങ്ങളാൽ പൂർണ്ണമാകാതെ കിടന്ന സത്യം മാറ്റാതെ നീതിയെ പൂർത്തിയാക്കാൻ വന്ന യേശുവേ നീയാണു ജ്ഞാനപീഠം. മാറ്റാതെ നീതിയെ പൂർത്തിയാക്കാൻ വന്ന യേശുവേ നീയാണു ജ്ഞാനപീഠം. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. പേടിപ്പെടുത്തുന്ന ദൈവസങ്കൽപ്പങ്ങൾ ക്രൂശിൽ കിടന്നു നീ ശൂന്യമാക്കി. പേടിപ്പെടുത്തുന്ന ദൈവസങ്കൽപ്പങ്ങൾ ക്രൂശിൽ കിടന്നു നീ ശൂന്യമാക്കി. സ്നേഹമില്ലായ്മ തൻ ദൂരങ്ങളിൽ വന്ന് ബുദ്ധിത നീ എന്നെ സ്വന്തമാക്കി. സ്നേഹമില്ലായ്മ തൻ ദൂരങ്ങളിൽ വന്ന് ബുദ്ധിത നീ എന്നെ സ്വന്തമാക്കി. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നിട്ടല്ല